ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റായ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നെക്സ്റ്റ് ലെക്ചറാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ലെക്ചറിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നമ്മൾ എത്തിയില്ല. അതിന് മുന്നേ ഉള്ള, അതായത് ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് മുന്നേ ഉള്ള ക്ലാസിക്കൽ മെക്കാനിക്സിനെ പറ്റിയിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ടത്. അതിൻ്റെ തന്നെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു, അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റൊക്കെ. അപ്പോൾ അത് ആണ് നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് ഐൻസ്റ്റീൻസ് എക്സ്പ്ലനേഷൻ. When light of high frequency falls on a certain metallic surface, electrons are emitted from the surface. The emitted electrons are called photoelectrons and the phenomenon is called photoelectric emission or photoelectric effect. അതായത് ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഏതെങ്കിലും ഒരു മെറ്റലിലേക്ക് അല്ലെങ്കിൽ മെറ്റലിൻ്റെ സർഫസിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ നിന്നും, അതായത് ആ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് എമിറ്റ് ചെയ്യും. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ആ എൻറ്റയർ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്തുകൊണ്ടാണ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ഹൈ ഫ്രീക്വൻസി ലൈറ്റാണ് വരുന്നത്, അല്ലേ? നമുക്ക് ആ ലൈറ്റിനൊരു പെർട്ടിക്കുലർ എനർജി കാണും, നമ്മളതിനെ ഫോട്ടോൺസ് എന്നൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്താണ് ഈ ഫിനോമിനെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നും പറയുന്നത്. അപ്പോൾ എന്താണ് ബേസിക്കലി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഒരു ഹൈ ഫ്രീക്വൻസി ലൈറ്റ് ഒരു മെറ്റാലിക് സർഫസിൽ വന്ന് ഫോൾ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടുന്നു. ആ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇലക്ട്രോൺസ് ആൻഡ് ദ എൻറ്റയർ ഫിനോമിനൻ ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഓർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. The arrangement used by Hallward to study photoelectric emission is shown in figure 3. Two zinc plates A and B are placed inside the evacuated quartz bulb. The plate A is connected to negative pole of the battery and B to the positive pole through a galvanometer. Ultraviolet radiations are allowed to fall on the plate A. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹാൽവാർഡ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇഫക്റ്റിനെ പറ്റിയിട്ട് ഫസ്റ്റ് സ്റ്റഡി ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റഡി എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫിഗറാണ് ഫിഗർ 3 കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അതായത് അദ്ദേഹം എങ്ങനെ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനെ സ്റ്റഡി ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഫിഗർ. അപ്പോൾ അതിനകത്ത് നമുക്ക് രണ്ട് എൻഡ്സ് കാണാൻ പറ്റും, എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് എവിടേക്കാണ് കാണാം, രണ്ട് സിങ്ക് പ്ലേറ്റ്സ് ആണ് എ എന്നും പറയുന്നത്, ബി എന്ന് പറയുന്നത് രണ്ട് സിങ്ക് പ്ലേറ്റ്സ്. അതിൽ എ എന്ന് പറയുന്നത് ബാറ്ററിയുടെ നെഗറ്റീവ് പോളിലേക്കും, കണ്ടോ സ്മോൾ ബാറ്ററീനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. അതിൽ സ്മോൾ വരയാണ് എന്തെന്ന് പറയുന്നത് നെഗറ്റീവും, വലുതായിട്ടുള്ള വരയാണ് പോസിറ്റീവും. അപ്പം എ എന്ന് പറയുന്ന ആ സിംഗിൾ പ്ലേറ്റ് ബാറ്ററിയുടെ നെഗറ്റീവ് പോളിലേക്കും ബി എന്ന് പറയുന്ന ബാറ്ററീൻ്റെ പോസിറ്റീവ് സൈഡിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. പക്ഷേ ബിയിൽ നിന്ന് ഫസ്റ്റ് എവിടേക്കാണ് കണക്ഷൻ പോയിരിക്കുന്നത്? ഒരു ഗാൽവനോമീറ്ററിലേക്കാണ്. ഗാൽവനോമീറ്ററിൽ നിന്നാണ് പിന്നീട് എവിടേക്ക് കണക്ഷൻ പോയിരിക്കുന്നത്? ബാറ്ററിയിലേക്ക്. ഇനി ഗാൽവനോമീറ്റർ നമ്മൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഗാൽവനോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയായിട്ട് കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. അപ്പം കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗാൽവനോമീറ്റർ. അതിനകത്ത് ഒരു ആരോ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്, ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ കറണ്ടിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല. അപ്പോൾ കറണ്ടിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെവിടേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബി എന്ന് പറയുന്ന സിങ്ക് പ്ലേറ്റ് ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അത് പിന്നീട് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? യു വി റേഡിയേഷൻസ് ആർ അലൗഡ് ടു ഫോൾ ഓൺ ദ പ്ലേറ്റ് എ. അപ്പോൾ നമ്മുടെ പ്ലേറ്റിൻ്റെ എ, സിങ്ക് പ്ലേറ്റ് എ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നിടത്താണ് യു വി റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ദ ഗാൽവനോമീറ്റർ ഷോസ് എ ഡിഫ്ലക്ഷൻ ഇൻഡിക്കേറ്റിംഗ് എ കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. അപ്പം അന്നേരം എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്താൽ എന്താണ്? കറണ്ടിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട്. ബട്ട് വെൻ ദ റേഡിയേഷൻ ആർ അലൗഡ് ടു ഫോൾ ഓൺ ദ പോസിറ്റീവ് പ്ലേറ്റ് ബി, നോ കറണ്ട് ഈസ് ഒബ്സർവ്ഡ് ഇൻ ദ സർക്യൂട്ട്. എന്നാൽ ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന സിങ്ക് പ്ലേറ്റിലേക്കാണ് യു വി റേഡിയേഷൻസ് വന്ന് ഹിറ്റ് ചെയ്യുന്നതെങ്കിൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ദാറ്റ് മീൻസ് അവിടെ കറണ്ട് ഇല്ല.
This shows that when the radiation are indicated on negative plate, electrons are emitted from it and attracted towards the positive പ്ലേറ്റ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് എ എന്ന് പറയുന്ന പ്ലേറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത്, സിംഗിൾ പ്ലേറ്റ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം നെഗറ്റീവ് ആയിട്ടുള്ള പ്ലേറ്റിലേക്ക് വന്ന് യു വി റേഡിയേഷൻസ്, യു വി എന്നല്ല ഏതെങ്കിലും റേഡിയേഷൻസ് പതിച്ചെങ്കിൽ മാത്രമേ അവിടെ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടത്തുള്ളൂ. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവ്. അതപ്പോൾ എവിടേക്ക് അട്രാക്റ്റ് ചെയ്യും? പോസിറ്റീവ് സൈഡിലേക്ക്, അതായത് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ദിസ് പ്രൊഡ്യൂസ് എ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന നെഗറ്റീവ് പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് ഫലമായിട്ട് അവിടെ ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. ദ കറണ്ട് ദസ് പ്രൊഡ്യൂസ് ഈസ് നോൺ ആസ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അതായത് ഫോട്ടോ എമിഷൻ്റെ ഫലമായിട്ട് ഒരു എൻറ്റയർ സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. Let the beam of radiation of a particular frequency be incident on a plate A in the figure 3. If the potential of A is made more and more positive, photoelectric emission decreases or photoelectric emission is retarded. For a particular value of positive potential applied to a plate A, photoelectric emission ceases as indicated by the galvanometer in the circuit. This value of retarding potential at which photoelectric emission completely stops is called a stopping potential or cutoff voltage. ഇനിയും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്താണെന്ന് പറയുന്നത് അതും നമ്മുടെ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷന് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പുതിയൊരു ടേമാണ്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാനായിട്ട് പറ്റും. എ എന്ന് പറഞ്ഞ് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എയിലേക്കാണ് നമ്മൾ യു വി റേഡിയേഷനെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ എയിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. ഇനിയും നമ്മൾ ആ പൊട്ടൻഷ്യൽ എ, അതായത് എ എന്ന് പറയുന്ന ആ ഒരു ടെർമിനലിനെ നമ്മൾ കൂടുതൽ എന്താ പറയുന്നത് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ത് ചെയ്യും? അത് കുറയാനായിട്ട് സാധിക്കും. അതായത് ഓൾറെഡി എ എന്ന് പറയുന്ന ടെർമിനൽ എന്താണ്? നെഗറ്റീവാണ്. ആ നെഗറ്റീവിനെ നമ്മൾ ആദ്യം കുറച്ച് പോസിറ്റീവ് കൊടുത്തു, പിന്നെ പോസിറ്റീവ് കൂട്ടി വരുന്നതിനനുസരിച്ച് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കുറയുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ കുറഞ്ഞ് ആ എ എന്ന് പറയുന്ന പ്ലേറ്റ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ അവിടെ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനോമിനൻ അവിടെ നടക്കാതെ വരും. ഏത് ടെർമിനലിൽ? എ ടെർമിനലിൽ. അപ്പം ഗാൽവനോമീറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കറണ്ടിൻ്റെ പ്രസൻസ് ഒന്നും തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടും പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റീടാർഡിങ് പൊട്ടൻഷ്യൽ, അതായത് ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ നമുക്ക് റീടാർഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ, ഏത് പൊട്ടൻഷ്യലിലാണോ ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നത്, ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ റിട്ടാർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നു ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനിയും അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ. ഫോർ എവറി മെറ്റൽ ദർ ഈസ് മിനിമം എമൗണ്ട് ഓഫ് എനർജി ടു ബി സപ്ലൈഡ് ടു ലിബറേറ്റ് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അപ്പോൾ ഓരോ മെറ്റലിനും അതിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊരു എമൗണ്ട് ഓഫ് എനർജി അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. The minimum amount of energy which is just sufficient to liberate an electron from a metal surface is known as photoelectric wave function. അപ്പം നമ്മൾ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജീനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ. ദിസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സർഫസ്. അത് മെറ്റൽ സർഫസിന് നേച്ചർ അനുസരിച്ച് ഈ വാല്യൂ വേരി ചെയ്യും. അതായത് ഇപ്പം ഒരു മെറ്റലിന് നമ്മൾ കൊടുക്കുന്ന മിനിമം എനർജി ആയിരിക്കണമെന്നില്ല വേറൊരു മെറ്റലിന്. അപ്പം മെറ്റൽ ടു മെറ്റൽ എന്ത് ചെയ്യുന്നു? ഈ ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ വാല്യൂ വേരി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മെറ്റലിൻ്റെ സർഫസ്
സർഫസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെയെങ്കിലും എമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജീനെയാണ് ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ട് 2 ടേംസ് കൂടെ പഠിച്ചു, അതായത് സ്റ്റോപ്പിംഗ് വോൾട്ടേജ് ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് വേവ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്ന ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ്. ഓക്കെ, ഡി ബ്രോഗ്ലി കൺസെപ്റ്റ് ഓഫ് മാറ്റർ വേവ്സ്. By the middle of 19th century, it had become accepted by the physicists that the entire physical universe manifests itself in two form, matter and radiation. By 1900, the corpuscular nature of matter had become firmly established. So also the wave theory of the interplanetary theory of light, the phenomenon of interference, diffraction, polarization of light could be explained by wave theory, but certain other phenomena, for example photoelectric effect, black body radiation, etc., could not be explained by wave theory. Hence the quantum theory of the radiation has proposed, and this theory explains those phenomena satisfactorily. According to quantum theory, the radiation has a particle as such, each particle being called a photon, having an energy content h nu, when nu is the frequency of the radiation. അതായത് അത് എന്താ പറയുക, ക്ലാസിക്കൽ മെക്കാനിസത്തിൻ്റെ ഒരു ഇതിലേക്ക് പറയുവാണ്. ബൈ 19th സെഞ്ച്വറി ആയപ്പോഴേക്കും നമ്മുടെ ഫിസിക്കൽ എന്താ പറയുക, നമ്മുടെ ഫിസിക്കൽ യൂണിവേഴ്സ് 2 ഫോംസ്, അതായത് യൂണിവേഴ്സിലുള്ള യൂണിവേഴ്സിലുള്ള എല്ലാം തന്നെ ഏതെങ്കിലും ഒരു ഫോം ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ അതൊരു മാറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അത് റേഡിയേഷൻ ആയിരിക്കും. മാറ്റർ റേഡിയേഷൻ എന്നിങ്ങനെ 2 ഫോംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു എന്താ പറയുക 1900 ഒക്കെ ആയപ്പോഴേക്കും കോർപ്പസ്കുലർ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു തിയറി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം വേവ് തിയറി വന്നു. പക്ഷേ ഈ വേവ് തിയറി ഒക്കെ വന്ന സമയത്തേക്കും എന്താ പറയുക, ഇതിന് ചില ലൈറ്റിൻ്റെ ഫിനോമിനൻസ്, അതായത് ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്, പോളറൈസേഷൻ എന്നിങ്ങനെ കുറച്ച് ലൈറ്റിൻ്റെ ഫിനോമിനനെയൊക്കെ നമുക്ക് ഈ വേവ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ അന്നും ഈ വേവ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്ന തിയറിയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വേവ് തിയറിക്ക് കഴിഞ്ഞില്ല, പക്ഷെ നമ്മുടെ ക്വാണ്ടം തിയറിക്ക് കഴിഞ്ഞു. അപ്പോൾ ക്വാണ്ടം തിയറി പ്രകാരം നമ്മൾ ഓരോ പാർട്ടിക്കിളിനും ഓരോ ഫോട്ടോൺ ഉണ്ടാവും. ഓരോ പാർട്ടിക്കിളിനുള്ളിലും ഓരോ ഫോട്ടോൺ എന്ന് പറയും. ഫോട്ടോൺ എന്ന് വെച്ചാൽ എനർജി എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. എനർജി തന്നെയാണ് ഫോട്ടോൺ. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഈ എനർജി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫോട്ടോൺ. അപ്പോൾ ഫോട്ടോൺ ഉണ്ടാവും. ദാറ്റ് മീൻസ് എനർജി ഉള്ളിൽ എന്തുമാത്രം കണ്ടൻറ്റ് ഓഫ് എനർജി ആയിരിക്കും, എച്ച് ന്യൂ കണ്ടൻറ്റ് ഓഫ് എനർജി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1 ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര എനർജി ഉണ്ട്, എച്ച് ന്യൂ ഉണ്ട്. അപ്പോൾ അതിൽ ന്യൂ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ബട്ട് ദ ക്വാണ്ടം തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഇൻ്റർഫറൻസസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. പക്ഷേ വേവ് തിയറിക്ക് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ എന്ന് പറയുന്ന 3 ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു. പക്ഷേ ക്വാണ്ടം തിയറിക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. Thus in the physical world, the same entity radiation has been double accepted dual nature, particle and wave aspect depending upon the circumstances. അങ്ങനെ നമ്മുടെ പറയാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റി ഓരോ റേഡിയേഷനും, അതായത് ഏത് ആയിക്കോട്ടെ, ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ, ഏത് എനർജിയിലുള്ള റേഡിയേഷൻ ആയിക്കോട്ടെ, അങ്ങനെ റേഡിയേഷൻ ഒരു ഡുവൽ നേച്ചർ വരാൻ തുടങ്ങി. അതായത് പാർട്ടിക്കിളായിട്ടും ഒരു പാർട്ടിക്കിൾ ആക്സെപ്റ്റും ഉണ്ട്, അതുപോലെ ഒരു വേവ് ആക്സെപ്റ്റും ഉണ്ട്. അപ്പം 2 ആക്സെപ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ക്ലിയർ ആയി. അതായത് ഓരോ റേഡിയേഷനും ഒരു ഡുവൽ നേച്ചറാണ് കാണിക്കുന്നത്. പാർട്ടിക്കിൾ നേച്ചറും കാണിക്കും, അതുപോലെ തന്നെ വേവ് നേച്ചറും കാണിക്കും. അപ്പം വേവ് നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. പാർട്ടിക്കിൾ നേച്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടം തിയറി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പം വേവ് നേച്ചറാണോ അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചറാണോ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് അവിടുത്തെ ആ ഒരു സെക്കംസ്റ്റാൻസ്, അതായത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു തിയറി കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളത് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. വേവ് തിയറി വേണോ ക്വാണ്ടം തിയറി വേണോ എന്നുള്ളത്. During all this time, there was no suggestion that matter was anything but corpuscular. But in 1924, the French scientist Louis de Broglie made suggestions that particles of matter, and in particular the electrons, must possess certain characteristics, and they too might exhibit dual nature.
He did not develop his ideas into an exact theory, but arrived at his conclusion on a logical basis. The following consideration led to de Broglie to his new concept of matter waves. അതായത് അതിനുശേഷം ഒരു 1924 ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം പറഞ്ഞു സജഷൻ ദാറ്റ് പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആൻഡ് ഇൻ പർട്ടിക്കുലർ ദ ഇലക്ട്രോൺസ്, അതായത് ചില ഇത് പ്രകാരം അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഈ പാർട്ടിക്കിൾസ് പ്രത്യേകം, അതായത് അതൊരു വേവ് നേച്ചറും എന്താ പറയുക മാറ്റർ നേച്ചറും കാണിക്കാൻ പറ്റും, അതുപോലെ തന്നെ വേവ് നേച്ചറും കാണിക്കാൻ പറ്റും. അങ്ങനെ രണ്ട് ക്യാരക്ടറിസ്റ്റിക്കും ഉള്ള ചില മാറ്ററുകളുണ്ട്. പക്ഷേ ചിലതെന്ത് ചെയ്യത്തില്ല, അത് ആ രണ്ട് പ്രോപ്പർട്ടിയും കാണിക്കത്തില്ല. ഇപ്പം തൊട്ട് മുകളിൽ വരെ പറഞ്ഞത് എല്ലാം എമിറ്റ് അല്ലെങ്കിൽ എല്ലാ റേഡിയേഷനും ഡുവൽ നേച്ചർ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. അതായത് പാർട്ടിക്കിളായിട്ടും വേവ് തിയറി, പാർട്ടിക്കിളായിട്ടും പാർട്ടിക്കിൾ അക്സെപ്റ്റും ഉണ്ട്, വേവ് അക്സെപ്റ്റും ഉണ്ട്. അപ്പോൾ ഏത് തിയറിയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറയുന്നത് ഈ പറയുന്ന എല്ലാ റേഡിയേഷനും അല്ലെങ്കിൽ എല്ലാ മാറ്ററിനും ഒരു ഡുവൽ നേച്ചർ ഇല്ല. ചിലതിന് കാണും, പക്ഷേ ചിലതിന് കാണത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചെങ്കിലും ഒരു എക്സാക്ട് തിയറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് പ്രപ്പോസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല, അല്ലെങ്കിൽ തിയറിയോ കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ചില കൺസെപ്റ്റുകളുടെ ബേസിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വെച്ചത്. ചുമ്മാ പറയുമല്ലായിരുന്നു. അദ്ദേഹം കണ്ട കാര്യങ്ങളും അതിൽ നിന്നും അദ്ദേഹം അറൈവ് ചെയ്ത കൺക്ലൂഷനിൽ നിന്നുമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസിഡറേഷൻ എന്തൊക്കെയാണെന്നുള്ളത് ഇതാണ്. നേച്ചർ ലവ് സിമട്രി. നേച്ചർ മാനിഫെസ്റ്റ് ഹെർസെൽഫ് ആൻഡ് ടു എൻറ്റിറ്റീസ്, മാറ്റർ ആൻഡ് റേഡിയേഷൻ. വൺ ഓഫ് ദ എൻറ്റിറ്റീസ് റേഡിയേഷൻ എക്സിബിറ്റഡ് ഡുവൽ ആക്സെപ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് വേവ് ആക്സെപ്റ്റ്. അതായത് നേച്ചർ തന്നെ എന്താ പറയുക, രണ്ട് എൻറ്റിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മാറ്ററും റേഡിയേഷനും. അതായത് നേച്ചറിൽ തന്നെ നമുക്ക് മാറ്ററും കാണാൻ പറ്റും, റേഡിയേഷനും കാണാൻ പറ്റും. അതിലെ ഒരു എൻറ്റിറ്റിയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷന് ഡുവൽ ആക്സെപ്റ്റ് ഉണ്ട്, പാർട്ടിക്കിളായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും, വേവായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. എന്തിന്? റേഡിയേഷന്. Therefore, other entity matter should also exhibit the particle and wave accept. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്ററിനും എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ആക്സെപ്റ്റ് പറ്റും, വേവും പറ്റും, പാർട്ടിക്കിൾ ആക്സെപ്റ്റും പറ്റും. ഹെൻസ് ഡി ബ്രോഗ്ലി argued that the particle like electron should also have waves associated with it is usually called matter waves. അപ്പം ഒരു പാർട്ടിക്കിൾ പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ പോലെ തന്നെയാണ് അപ്പം ഇലക്ട്രോണും ഉള്ളത്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിനും എന്ത് ആക്സെപ്റ്റുകളുണ്ട്? വേവ് ആക്സെപ്റ്റും ഉണ്ട്, പാർട്ടിക്കിൾ ആക്സെപ്റ്റും ഉണ്ട്. അപ്പോൾ പാർട്ടിക്കിൾ പോലെ ഇരിക്കുന്ന ഇലക്ട്രോണിന് ഡെഫിനറ്റ്ലി പാർട്ടിക്കിൾ ആക്സെപ്റ്റ് കാണും. പക്ഷേ പാർട്ടിക്കിളിന് എന്താ പറയുക, നമ്മുടെ എർത്തിൽ തന്നെയുള്ള മറ്റൊരു എൻറ്റിറ്റിയാണ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ മാറ്ററിന് എന്തുണ്ട്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. അങ്ങനെ ഡുവൽ നേച്ചർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇലക്ട്രോണിനും ഈ രണ്ട് നേച്ചറും കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിനും എന്തുണ്ട്? വേവ് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ മാറ്ററിനും ഉണ്ട്, ഇലക്ട്രോണിനും ഉണ്ട് വേവ് നേച്ചർ. അതുകൊണ്ടാണ് നമ്മൾ മാറ്റർ വേവ്സ് എന്നും കൂടെ ഈ പറയാറുള്ളത്. വേവ് നേച്ചർ കാണിക്കുന്നതിന് നമ്മൾ മാറ്റർ വേവ്സ് എന്നും കൂടെ പറയാറുള്ളത്. ഇനി അടുത്തത് the close parallelism between mechanics and optics. The principle of least action in mechanics states that a particle in motion always choose the path for which action is minimum. This is analogous to Fermat's principle in optics, which states that light always chooses a path for which time of transist is a minimum. Here also de Broglie could observe intimate relation between the particle and the wave accept. അതായത് നമ്മുടെ മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യാം? അതായത് മൂവിങ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ എപ്പോഴും ചൂസ് ചെയ്യുന്നുണ്ടാവുക മിനിമം ആക്ഷൻ ഉള്ളതായിരിക്കും. അതായത് വളരെ കുറച്ച് വർക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പാത്തായിരിക്കും എപ്പോഴും മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ മെക്കാനിക്സ് സ്റ്റേറ്റിൽ പറയുന്നൊരു പ്രിൻസിപ്പിളാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഒപ്റ്റിക്സിലെ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിളുമായിട്ട് സിമിലർ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പം ഒപ്റ്റിക്സിലെ ഫെർമാറ്റ് പ്രിൻസിപ്പിൾ എന്താണ്? നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുന്നത്, ലൈറ്റ് ഈസ് എ മൂവിങ് ഒബ്ജക്റ്റ് ആണല്ലോ, മൂവിങ് ആയിട്ടിരിക്കുന്നതാണല്ലോ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ്
എപ്പോഴും മിനിമം ട്രാൻസിസ്റ്റർ, അതായത് വിച്ച് ടൈം ഓഫ് ട്രാൻസിസ്റ്റർ മിനിമം, വളരെ കുറച്ച് സമയം വേണ്ടി വരുന്ന പാത്ത് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അതാണ് ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഒപ്റ്റിക്സിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡി ബ്രോഗ്ലി, അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിളും കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഡി ബ്രോഗ്ലി കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട്. അവിടെയും പാർട്ടിക്കിളും വേവും, അല്ലെങ്കിൽ പാർട്ടിക്കിൾ ആക്സെപ്റ്റും വേവ് ആക്സെപ്റ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്ന് ഡി ബ്രോഗ്ലി അതിൽ നിന്നും കണ്ടുപിടിച്ചു. ഇനി അടുത്ത മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു ബോർസ് തിയറി ഓഫ് ആറ്റമിക് സ്ട്രക്ചർ. ബോർ, അതായത് നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മുടെ ആറ്റത്തിന് കൊടുത്ത സ്ട്രക്ചർ. Considering the Bohr atom model based on quantum theory, the orbital electrons have radii proportional to the square of natural numbers. In physics, integers play a prominent role in two other phenomena, namely in interferences and in vibration of the stretched strings. Only the wave accept of radiation can explain these phenomena. Therefore, de Broglie felt that integers are intimately connected with waves. Hence, he suggested that integers being connected with electronic orbitals, the electron also should have waves associated with it. These waves associated with the material particle are called matter waves. അതായത് മറ്റീരിയൽ പാർട്ടിക്കിളിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേവ്സിനെയാണ് നമ്മൾ മാറ്റർ വേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മെറ്റീരിയലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേവ്സിനെയാണ് നമ്മൾ മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. അപ്പം പറയുന്നത് ക്വാണ്ടം തിയറി പ്രകാരമാണ് ബോർ ഒരു ആറ്റമിക് മോഡൽ പ്രപ്പോസ് ചെയ്തത്. അതിനകത്തെ ഒരു ഇലക്ട്രോണിൻ്റെ, ഓർബിറ്റൽ ഇലക്ട്രോൺസിൻ്റെ റേഡിയൈ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഓർബിറ്റൽ ഇലക്ട്രോണിൻ്റെ റേഡിയൈ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഫിസിക്സിൽ മറ്റൊരു ഇതാണ് ഇൻ്റർഫറൻസ്. അതായത് ഫിസിക്സിൽ നമ്മൾ കാണുന്ന പ്രധാനമായും നമ്മൾ കണ്ടുവരുന്ന രണ്ട് ഫിനോമിനാണ് ഇൻ്റർഫറൻസസ് ആൻഡ് ഇൻ വൈബ്രേഷൻ ഓഫ് സ്ട്രെച്ച് സ്ട്രിങ്സ്. അതായത് രണ്ട് ഫിനോമിനാണ്. അപ്പോൾ ഈ രണ്ട് ഫിനോമിനയിൽ നമ്മൾ ധാരാളം ഇൻറ്റിജേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ഈ രണ്ട് ഫിനോമിനിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇൻറ്റിജേഴ്സ്. പക്ഷേ ഈ രണ്ട് ഫിനോമിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് വേവ് ആക്സെപ്റ്റിന് മാത്രമാണ്. പാർട്ടിക്കിൾ ആക്സെപ്റ്റിന് കഴിയുന്നില്ല, വേവ് ആക്സെപ്റ്റിന് മാത്രമാണ് ഈ രണ്ട് ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. ഈ രണ്ട് ഫിനോമിനും നമ്മുടെ ഒരു ഇൻറ്റിജറുമായിട്ടൊരു ഈ രണ്ട് ഫിനോമിനെയും ഇൻറ്റിജേഴ്സുമായിട്ടൊരു റിലേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡി ബ്രോഗ്ലി കണ്ടെത്തി വേവ്സിന് ഇൻറ്റിജേഴ്സുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ അദ്ദേഹം കണ്ടെത്തി ഇൻറ്റിജേഴ്സ് ബീങ് കണക്റ്റഡ് വിത്ത് ഇലക്ട്രോണിക് ഓർബിറ്റൽസ്. അപ്പം ഇലക്ട്രോണിക് ഓർബിറ്റലുമായിട്ട് എന്തിന് കണക്ഷനുണ്ട്? ഇൻറ്റിജേഴ്സിന് കണക്ഷനുണ്ട്. അതായത് ഇലക്ട്രോണിന് തന്നെ, അപ്പം ഇലക്ട്രോണിക് ഓർബിറ്റലിന് ഇൻറ്റിജേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിനും ഇൻറ്റിജേഴ്സുമായിട്ടൊരു കണക്ഷൻ വരും. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ് എങ്ങനെ ഈ ഇലക്ട്രോണിൻ്റെ ഈ വേവ് നേച്ചറിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം ഓരോ കണ്ടെത്തലിലൂടെ അദ്ദേഹം പറയുവാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഇലക്ട്രോണിക് ഓർബിറ്റലിന് ഇൻറ്റിജേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിനും ഇൻറ്റിജേഴ്സുമായിട്ടൊരു കണക്ഷൻ വരും. പിന്നെ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേവ്സിനെ നമ്മൾ മാറ്റർ വേവ്സ് എന്നാണ് പറയാറ്. ഓക്കെ, ഇനി അടുത്ത ഒരു അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താ പറയുക ഡി ബ്രോഗ്ലീസ് കൺസെപ്റ്റ് ഓഫ് മാറ്റർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയും അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളതൊരു എക്സ്പെരിമെൻ്റാണ്, ഡേവിസൺ ജെർമേഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. ആസ് ഇറ്റ് ഈസ് ചോദിക്കും നിങ്ങൾക്ക് എക്സാമിന്, മേ ബി ചോദിക്കാം ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണിത്. The first experimental evidences that beam of material process show wave-like properties is given by Davison and germer in 1927. അതായത് നമ്മുടെ മെറ്റീരിയലിന് വേവ് ലൈക്ക് പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓരോ മെറ്റീരിയലിനും ഒരു വേവ് ലൈക്ക് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് എക്സ്പെരിമെൻറ്റിൽ കാണിച്ച് തന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് ഡേവിസൺ ആൻഡ് ജെർമർ എന്ന് പറയുന്നത് ഇൻ 1927. അപ്പം അവരാണ് ഫസ്റ്റൊരു എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത്. അതായത് ഓരോ മാറ്ററിനും ഇത്തരത്തിലൊരു പാർട്ടിക്കിൾ ബിഹേവിയർ ഉണ്ട് എന്ന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത് ഈ സയൻറ്റിസ്റ്റുകളാണ്. They also succeeded in measuring de Broglie wavelength for slow neutrons by diffraction method. മാത്രമല്ല അവരുടെ വേറൊരു എക്സ്പെരിമെൻ്റ് വഴിയുള്ള വേറൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി
ന്യൂട്രോൺസിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെന്ത് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ടും സാധിച്ചു. അപ്പോൾ ഡിഫ്രാക്ഷൻ മെത്തേഡ് വഴി സ്ലോ ന്യൂട്രോൺസിൻ്റെ ഡി ബ്രോഗ്ലി വേവ് ലെന്തും അവരും കാൽക്കുലേറ്റ് ചെയ്തു. The experimental arrangement consists of an electron gun which is a device for producing focused strong beam of electrons. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിനകത്ത് ഒരു ഇലക്ട്രോൺ ഗൺ ഉണ്ടാവും. ആ ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നാണ് സ്ട്രോങ് ഇലക്ട്രോൺ ബീംസ് പ്രൊഡ്യൂസ് ചെയ്യുക. The tungsten filament F in the gun is heated so that electrons are emitted by thermionic emissions. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ആ ഗണ്ണിൽ നിന്നും ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആ ഗണ്ണിനുള്ളിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. അതിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ലെറ്ററാണ് F. അത് ഫിഗറിലാട്ടോ. അപ്പോൾ ഗണ്ണിനുള്ളിൽ ഒരു ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഉണ്ട്. ഈ ടങ്സ്റ്റൺ ഫിലമെൻ്റ് ഹീറ്റ് ആവുന്നതിന് ഫലമായിട്ട് അതിൻ്റെ സർഫസിൽ നിന്നും എന്ത് എമിറ്റ് ചെയ്യും? ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. These electrons are accelerated by non-potential differences and collimated by suitable slits so that finally a fine beam of electron emerges. അപ്പം ഈ ഇലക്ട്രോൺസിന് ഒരു സ്പീഡ്, ഈ ഇലക്ട്രോൺസിൻ്റെ സ്പീഡിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന ഒരു നോൺ പൊട്ടൻഷ്യൽ കൂടി അപ്ലൈ ചെയ്യും. എന്തിനാണ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിന് വളരെ സ്പീഡിൽ പോകാനായിട്ടും കൊളിമേറ്റ് എന്നിട്ട് അതിന് ശേഷം അത് കൊളിമേറ്റ് ചെയ്യും, അത് സ്യൂട്ടബിൾ സ്ലിറ്റിലൂടെ അതിനെ പാസ് ചെയ്യും. അതായത് അതിന് നല്ലൊരു ഡയറക്ഷൻ, ഒരു പാത്തൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ലിറ്റിനകത്തൂടെ ആയിരിക്കും നമ്മൾ ഈ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ അതിന് ഫൈനലി എമർജ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇലക്ട്രോൺസിന്. ദിസ് ബീം ഓഫ് ഇലക്ട്രോൺസ് ഈസ് മെയ്ഡ് പാസ് ത്രൂ എ ഹൈ വാക്വം ആൻഡ് ഫൈനലി ഫോൾ അറ്റ് ആൻ ആംഗിൾ ഓൺ എ ലാർജ് സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് നിക്കൽ നോൺ ആസ് ദ ടാർഗറ്റ് T. അതിനുശേഷം നമ്മൾ ഈ ഇലക്ട്രോൺസിനെ ഹൈ വാക്വത്തിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. അപ്പോൾ സ്ലിറ്റിലൂടെ ഒക്കെ പാസ് ചെയ്ത് ഇതിനെ കൊളിമേറ്റ് ചെയ്ത് ഒരു ഹൈ വാക്വത്തിലൂടെ നമ്മൾ ഈ ഇലക്ട്രോൺസിനെ പാസ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ടാർഗറ്റിലേക്ക് ഈ ഇലക്ട്രോൺസിനെ നമ്മൾ എത്തിക്കുക. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കലിൻ്റെ ഒരു സിംഗിൾ ക്രിസ്റ്റലാണ് നമ്മൾ എടുക്കുന്നത്. നിക്കൽ എന്ന് പറയുന്ന മെറ്റലിൻ്റെ ഒരു സിംഗിൾ ക്രിസ്റ്റലായിരിക്കും നമ്മുടെ ടാർഗറ്റായിട്ട് എടുക്കുക. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫൈനലി ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മുടെ ടാർഗറ്റിലേക്ക് വന്ന് വീഴും. ഓൾവേസ് ഈ ഇലക്ട്രോൺസ് വന്ന് വീഴുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബിഗ് ആംഗിളിൽ തന്നെയായിരിക്കും ഈ ഇലക്ട്രോൺസ് നമ്മുടെ ഈ സിംഗിൾ ക്രിസ്റ്റൽ നിക്കലിലേക്ക് വന്ന് വീഴുന്നത്. ദ ക്രിസ്റ്റൽ ഈസ് കേപ്പബിൾ ഓഫ് റൊട്ടേഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന സിംഗിൾ ക്രിസ്റ്റലിന് റൊട്ടേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇതാണ് ഫിഗർ. അവിടെ ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ T എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ടാർഗറ്റാണ്, അതായത് സിംഗിൾ ക്രിസ്റ്റൽ നിക്കൽ. അതിലേക്കായിരിക്കും വന്ന് വീഴുക. ഓക്കെ. From this crystal, the electrons are reflected in different directions. The angular distribution of electrons is measured with a Faraday cylinder known as collector C. അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സിംഗിൾ ക്രിസ്റ്റലിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പല സൈഡിലേക്കും എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് ബീം വന്ന് പതിക്കും. അപ്പം ഈ സിംഗിൾ ക്രിസ്റ്റലിലേക്ക് ഓരോ ഇലക്ട്രോൺസും വന്ന് പതിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഓരോന്നിനെ എന്ത് ചെയ്യാൻ തുടങ്ങും? റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ സിംഗിൾ ക്രിസ്റ്റൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പല ഡയറക്ഷനിലേക്കായിരിക്കും ഈ ഒരു റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ പല ഡയറക്ഷനിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ആംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഈസ് മെഷർഡ് വിത്ത് എ ഫാരഡേ സിലിണ്ടർ ഈസ് നോൺ ആസ് കളക്ടർ സി. നിങ്ങൾക്ക് ഒരു കളക്ടർ സി കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോയ ഈ ഇലക്ട്രോൺസിനെ എല്ലാം കളക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കളക്ടർ സി. ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ട്. The collector is connected to a sensitive galvanometer and is capable of rotation over a graduated circular scale D so that it can receive reflected electrons from all directions lying between 20 degree to 90 degree. അപ്പോൾ നമ്മുടെ ഈ കളക്ടറിൽ നിന്നും നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗാൽവനോമീറ്ററിലേക്കാണ്. ഗാൽവനോമീറ്റർ ആവുമല്ലോ. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ നിന്നും നമ്മൾ നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാജുവേറ്റഡ് സർക്കുലർ സ്കെയിലിലേക്കാണ്. അപ്പോൾ ഈ സ്കെയിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? നല്ലതായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ എന്തിനാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോൾ എല്ലാ ഡയറക്ഷനിലേക്കും നമ്മുടെ ഇലക്ട്രോൺസ് റിഫ്ലക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അതിനെ എല്ലാത്തിനെയും കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സർക്കുലർ സ്കെയിൽ തന്നെ നമ്മളവിടെ കൊടുത്തത്. അപ്പോൾ ഒരു 20 to 90 ഡിഗ്രിയിൽ ഉള്ളിലേക്ക് ആ ഒരു 90 ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ, അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോയിട്ടുള്ള എല്ലാത്തിനെയും അതിനെ കളക്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ദ ഡിഫ്ലക്ഷൻ ഇൻ ദ ഗാൽവനോമീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ബീം എൻറ്ററിങ് ദ കളക്ടർ. അപ്പോൾ കളക്ടറിനകത്ത് എൻ്റർ ചെയ്തിരിക്കുന്ന ഓരോ ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഗാൽവനോമീറ്ററിൻ്റെ ഉള്ളിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദ ഹോൾ അപ്പാരറ്റസ് ഈസ് എൻക്ലോസ്ഡ് ഇൻ എ ഇവാക്യുവേറ്റഡ് ചേംബർ. നമ്മൾ ഈ ഫുൾ അപ്പാരറ്റസിനെ നമ്മളൊരു ഇവാക്യുവേറ്റഡ് ചേംബറിലായിരിക്കും സൂക്ഷിക്കുക. ഒരു ഓപ്പൺ എയറിലൊന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഒരു ഇവാക്യുവേറ്റഡ്, അതായത് എയറിൻ്റെ ഒന്നും പ്രസൻസ് ഇല്ലാത്ത ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലായിരിക്കും എൻറ്റയർ അപ്പാരറ്റസിനെ നമ്മൾ ഇറക്കി വെച്ചിട്ടായിരിക്കും ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. A beam of electron is made fall normally on the crystal. The collector C is made to move to different positions on the scale D. The galvanometer deflects at each point is noted. The galvanometer deflection is plotted against the angle between the incident beam and the beam entering the collector. This angle is known as colatitude. The observations are repeated for different alternating voltages and corresponding curves is plotted. അതായത് നമ്മൾ ഈ ഇലക്ട്രോണിനെ നമ്മൾ ക്രിസ്റ്റലിലേക്ക് പല ആംഗിളിൽ ക്രിസ്റ്റലിലേക്ക് വീണ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന പല ആംഗിളിലായിരിക്കും. അപ്പോൾ എല്ലാ പൊസിഷനിലേക്കും റിഫ്ലക്റ്റ് ചെയ്ത് പോയതിനെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള അപ്പാരറ്റസൊക്കെ യൂസ് ചെയ്യുന്നത്, എല്ലാത്തിനും കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പോയിൻറ്റിലും ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇന്ന ഡയറക്ഷനിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ഗാൽവനോമീറ്ററിന് എന്തിനുണ്ടായി, കാരണം ഉള്ളിലേക്ക് കടക്കുന്ന ഇലക്ട്രോൺ ബീമിൻ്റെ ഇൻറ്റൻസിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു 50 ഡിഗ്രിയിൽ നമ്മൾ ഈ കളക്ടറിനെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാകുന്ന ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യുക. അതിനുശേഷം അതൊരു 40ലേക്ക് വെക്കുക, ആ ഡിഫ്ലക്ഷൻ നോട്ട് ചെയ്യുക, 60ലേക്ക് വെക്കുക. അങ്ങനെ പല പല ആംഗിളിൽ വെച്ചിട്ട് ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ആംഗിളും തമ്മിൽ ഇൻസിഡൻറ്റ് ബീമും ആൻഡ് ദ കളക്ടറിലേക്ക് എൻ്റർ ചെയ്ത ആ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇൻസിഡൻറ്റ് ബീമിൻ്റെയും കളക്ടറിലേക്ക് എൻ്റർ ചെയ്ത ആ ഒരു ബീമിൻ്റെയും കൂടെ ആംഗിൾ നോട്ട് ചെയ്തിട്ട് ആ ആംഗിളിനും ഈ ആംഗുലർ ഡിഫ്ലക്ഷനുമായിട്ട് എന്ത് ചെയ്യുക, പ്ലോട്ട് ചെയ്യുക. അതായത് ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് കൊലാറ്റിറ്റ്യൂഡും ഈ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷനും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അങ്ങനെ പല പല വോൾട്ടേജസിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഗ്രാഫായിരിക്കും കിട്ടുക. കാണാൻ പറ്റുന്നില്ലേ, പല പല വോൾട്ടേജിൽ 44-ലുണ്ട്, 48-ലുണ്ട്, 54, 64, 68 അങ്ങനെ പല പല വോൾട്ടേജുകൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലുള്ളൊരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇൻസിഡൻറ്റ് ബീമിൻ്റെ ഡിഫ്ലക്ഷൻ ഡയറക്ഷനാണ് നമ്മൾ Y ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്. സോറി ആരോ മാർക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. The graph appears fairly smooth till accelerating voltage is 44. At 44 volt, a bump appears on the curve. As the accelerating voltage increases, the bump moves towards upward. The length of bump increases and reaches the maximum at 54 volt at a colatitude of 50 degree. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ ഏകദേശം ഒരു 44 ആയപ്പോഴേക്കും നമുക്ക് ആ ഗ്രാഫിനകത്തൊരു ബമ്പ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ വോൾട്ടേജ് കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് ബമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്വേർഡിലേക്ക് മുകളിലേക്ക് ഈ ബമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 54 വോൾട്ട് ആയപ്പോഴേക്കും നമ്മുടെ ബമ്പ് ഏകദേശം 50 ഡിഗ്രി വരെ എത്തി. അതായത് കൊലാറ്റിറ്റ്യൂഡ് 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബമ്പ് അവിടെ മുകളിലേക്ക് തന്നെ പോകാൻ തുടങ്ങി. അല്ലാതെ ബമ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് കാണാൻ പറ്റും. വിത്ത് ഫർദർ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് ലെങ്ത് ഓഫ് ബംപ് ഡിക്രീസസ് ആൻഡ് ഫൈനൽ ഡിസപ്പിയേഴ്സ് അറ്റ് 68. അപ്പം
പിന്നെയും നമ്മൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ, അതായത് കൊളാറ്റിറ്റ്യൂഡ് 50 ഡിഗ്രി ആയപ്പോഴേക്കുമാണ് നമ്മുടെ ബമ്പിൻ്റെ മാക്സിമം ലെങ്ത് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നീട് നമ്മൾ വീണ്ടും വോൾട്ടേജ് കൂട്ടിക്കൂട്ടി കൊടുത്തപ്പോൾ നമ്മുടെ ബമ്പ് അവിടെ ഡിക്രീസ് ചെയ്ത് വരുന്നതായിട്ടാണ് കാണാൻ പറ്റിയത്. അപ്പം ഏകദേശം ഒരു 44 to 54 വരെ ബമ്പ് ഇൻക്രീസ് ചെയ്ത് വന്നു. 54 ആയപ്പോൾ മാക്സിമം ഇൻക്രീസ് ആയി. അതിനുശേഷം വീണ്ടും നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ബമ്പ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡിക്രീസ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ഡിക്രീസ് ചെയ്ത് അവസാനം ഒരു 68 വോൾട്ട് ആയപ്പോഴേക്കും ബമ്പ് അവിടെ ഡിസപ്പിയർ തന്നെ ആയി. ദ ഒക്കുറൻസ് ഓഫ് എ പ്രൊമിനൻറ്റ് bump at 50 degree with 54 volt can be explained as due to the constructive interferences of the electron waves scattered in this direction from the crystal. It is found that wavelength of the electron wave calculated using a de Broglie equation lambda is equal to h by mv that was obtained using Bragg's equation 2d sin theta is equal to n lambda agreed well. This shows that the beam of electrons behaves like X-rays or waves, undergoes refraction at a reflecting crystal surface and thus exhibit wave-like properties. അപ്പോൾ നമുക്കിതിൽ നിന്നും കിട്ടുന്ന ഇൻഫറൻസ് എന്താണെന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 50 ഡിഗ്രിയിൽ ആണ് നമുക്ക് മാക്സിമം ലെങ്ത്ത് ബമ്പിന് കിട്ടിയെന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇലക്ട്രോൺ വേവ്സ്, അതായത് നമ്മുടെ ക്രിസ്റ്റൽ ഡിഫ്ലക്റ്റ് ചെയ്ത അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത ഇലക്ട്രോൺസ് ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസസ് നേച്ചറുണ്ട്. അത് വേവ്സിന് മാത്രം കാണപ്പെടുന്ന ഒരു ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിഫ്ലക്റ്റീവ് ഇൻ്റർഫറൻസും എന്നൊക്കെ പറയും. അപ്പോൾ അത് വേവ്സിന് മാത്രം കാണുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെ പല ഡയറക്ഷനിലേക്ക് സ്കാറ്റർ ചെയ്ത് പോയ അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോയ ഇലക്ട്രോണിൻ്റെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കൊണ്ടാണ് 50 ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങിയ മാക്സിമം ഒരു ലെങ്ത്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത്. അങ്ങനെ നമ്മൾ ഇലക്ട്രോണിൻ്റെ വേവ് ലെന്ത് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. ബ്രാഗ്സ് ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക്, അതായത് ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വെൽ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോൺസും വേവ്സ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലെങ്കിൽ എക്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഒരു സിംഗിൾ ക്രിസ്റ്റൽ സർഫസിൽ ഇതിന് റിഫ്ലക്ഷൻ സംഭവിച്ചതും ഇത് ഡിഫ്രാക്ഷന് വിധേയമായതും ഇങ്ങനെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസസ് കിട്ടിയതും ഓക്കെ. അതുകൊണ്ട് ദസ് എക്സിബിറ്റ് വേവ് ലൈക്ക് പ്രോപ്പർട്ടി. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഇലക്ട്രോണും ഒരു വേവ് ലൈക്ക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നുള്ളതായിട്ട് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻറ്റ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറിനുള്ള ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ ഡേവിസൺ ജെർമർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നന്നായിട്ട് എഴുതുകയും വേണം. ഫൈനൽ കൺക്ലൂഷൻ വരെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കി ഇതിൽ നിന്നും പഠിച്ചെഴുതിയാൽ മതിയാകും കേട്ടോ. കാരണം നമ്മുടെ ഈ ബ്രാഗ്സ് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യാനും ഡി ബ്രോഗ്ലി ഇക്വേഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റിന്. ഓക്കെ, അപ്പം വായിച്ച് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് പഠിപ്പിച്ച എല്ലാ പോർഷൻസും നിങ്ങൾ നന്നായിട്ട് വായിച്ച് ക്ലാസ് കേട്ട് മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ സ്വയമേ ഒന്ന് വായിച്ച് നോക്കാനും കൂടെ ട്രൈ ചെയ്യുക. അതിനുശേഷം ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെക്ചർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.